എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് എൻ്റെ ഒപ്പമുള്ള വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ, ഇൻ്റർ പറയാൻ. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്ത് നമ്മളെ ചെട്ടിയങ്ങാടിയിൽ നെല്ല് ഇങ്ങനെ പോന്നപ്പോൾ നെല്ല് കൊയ്യണ യാദൃശികമായി കണ്ടു. കാലം മാറി, കഥയും മാറി, അപ്പോൾ അതിനനുസരിച്ച് മാറിയിരിക്കണം. അപ്പോൾ യന്ത്രസാമഗ്രികൾ കൊണ്ടാണല്ലോ അപ്പം ഇന്നപ്പൊക്കെ കൊയ്ത്തൊക്കെ. പണ്ട് മനുഷ്യന്മാരായിരുന്നു, ആ കാലമൊക്കെ മാറി ഇപ്പോൾ യന്ത്രങ്ങളായി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ നെല്ലിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോരുന്ന വഴിക്ക് ചെട്ടിങ്ങാടി പറഞ്ഞ സ്ഥലത്ത് പാടത്ത് നെല്ല് കൊയ്യുന്ന രംഗം അങ്ങനെ കണ്ടു മെഷീനുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങളെ പോരുന്നിങ്ങനെ രംഗത്ത് പണ്ട് മനുഷ്യന്മാരായിരുന്നു ഈ പാടത്ത് നെല്ലൊക്കെ കൊയ്തിരുന്നത്. ഇപ്പം മെഷീനറികളുടെ ലോകമായി. ഏതായാലും ഇത് ഈ കാലമൊക്കെ കാണുമ്പോൾ, ഇങ്ങനത്തെ സംഗതിയൊക്കെ കാണുമ്പോൾ, ഒരു കാലമൊക്കെ ഓർക്കുമ്പോൾ എന്താണ് ഭയങ്കര നൊസ്റ്റാൾജിയ ഓർക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ആ കാലമൊക്കെ പോയി, ഇപ്പോൾ മെഷീനുകളുടെ ഒരു ലോകമായി, യന്ത്രസാമഗ്രികളുടെ ലോകമായി. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊയ്യുന്ന അടി കൂടെ നെല്ലിങ്ങനെ മെഷീൻ വന്ന്, പിന്നെ വേറെ ഒരു സംഗതി എന്താ വെച്ചാൽ, ഈ മെഷീനോട് കൊയ്യുമ്പോൾ ഒരുപാട് നെല്ല് ഈ പാടത്ത് വീഴുന്നുണ്ട്. അത് കുറേ വേസ്റ്റായി പോകുന്നുണ്ട്. പണ്ട് ആൾക്കാർ കൊയ്യുമ്പോൾ ഓരോ കതിര് അറുത്ത് കത്തി കൊണ്ട് അറുത്ത് കൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ എത്താണ് വേസ്റ്റായി പോകില്ലേനി. അപ്പോൾ ഇങ്ങനെ മെഷീനോട് ഇങ്ങനെ പോണതിനനുസരിച്ച് ഒരുപാട് പീസുകൾ നിലത്ത് വീണ് ഞങ്ങൾക്ക് നമ്മൾ കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മളെ പാടത്തേനി, ഇപ്പോൾ നമ്മൾ ആ പാടത്ത് നിന്നാണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, അവിടെ നിന്ന് അങ്ങോട്ട് ചളിയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ആ വെള്ളം കാണില്ലേ, അത് ചളിയാണ്. അപ്പോൾ കുറേ പക്ഷികളും ജന്തുക്കളും തിന്നാനൊക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട്. ഏതായാലും നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. പിന്നെ നെല്ല് അവിടെ നിന്ന് കൊയ്തുകാണ്ട് പിന്നെ നേരെ ആ റോഡിൻ്റെ അവിടെ ഒരു മൂലക്കിലൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ആ ഷീറ്റിൽ തട്ടുന്നുണ്ട് നെല്ല്. അതിൻ്റെയൊക്കെ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നല്ലൊരു വേറിട്ടൊരു അനുഭവമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ തമിഴ്നാടിനെയും കർണാടകയും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. കാരണം ഭക്ഷണത്തിന്, നെല്ലിന്, കാര്യങ്ങൾക്കൊക്കെ. പാലക്കാടൊക്കെ ഇപ്പോൾ കുറച്ച് കമ്മിയാണ്. ഏതായാലും നമ്മളെ നാട്ടിൽ ഈ ഇങ്ങനെ നെല്ലുണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ അതിൻ്റെ ഈ ഉണ്ടാക്കുന്നതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ഒന്നാമത് തൊഴിലാളികളും കിട്ടില്ല. അതൊക്കെ ഉള്ളൊരു സംഭവമാണ് മെയിനായിട്ട് ഇതിലേക്ക്, ഈ കൃഷിയിലേക്ക്, ഈ നെല്ല് ഉൽപ്പാദന കൃഷിയിലേക്ക് ആൾക്കാർ രംഗത്ത് വരാത്തത്. അപ്പോൾ നെല്ല് കൊയ്തതൊക്കെ ഫുള്ള് ആ പൈപ്പിലൂടെ ഇങ്ങനെ ദാർപ്പായിക്ക് വരികയാണ്. അത് ഇപ്പോൾ ആക്കുമല്ലേ അറിയില്ല, നമുക്ക് കാണാൻ മതി. ആ പായിക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുന്നു. അതിൻ്റെ കാഴ്ചയാണത്. ഇത് നെല്ല് ആക്കിയതാട്ടോ ഈ പായിലുള്ളത്. കണ്ടോളി, വണ്ടി അടുപ്പിക്കുകയാണ്, മാക്സിമം വണ്ടി അടുപ്പിച്ചാണ്. ഇത് ഈ പല്ലുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതാക്കുന്നത്. ഇതൊരു ട്രാക്ടർ മാതിരി ഒരു വണ്ടിയാട്ടോ. ട്രാക്ടർ അല്ല, എന്നാൽ JCB അല്ല. JCB മാതിരി ചെങ്ങലൊക്കെ വെച്ചാണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ്, അങ്ങനത്തെ ഒരു വണ്ടിയാണത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ കണ്ട വണ്ടി ഇപ്പോൾ എടുത്ത് കത്തി
ഇവിടെ ഇനി അതിലേക്ക് അതായത് ഇപ്പോൾ ആ പാടത്തു നിന്നൊക്കെ കൊയ്ത് വന്ന നെല്ലുകൾ അതിൽ സംഭരിച്ച് നിൽക്കും. സംഭരിച്ചിട്ട് ഒരു ടാങ്ക് ഉണ്ട്, ആ സംഭരിച്ച് ആ ടാങ്കിൽ സംഭരിച്ചിട്ട് ഇപ്പോൾ അത് അവിടെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ആ ഷീറ്റിക്ക് തട്ടാൻ വേണ്ടിയിട്ട് വരാൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നൊരു രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ആ വണ്ടി ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളത് കണ്ടപ്പോൾ ഒന്നുകൂടി നമ്മൾ വണ്ടി ഒന്നുകൂടി അടുപ്പിച്ച് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ തട്ടുന്ന രംഗം നമുക്ക് കാണാം. നെല്ല് ചാടുന്നത് ആ പൈപ്പ്, ഒരു പൈപ്പാണ് റോക്കറ്റ് മാതിരി സാധനം കാണുന്നുണ്ടല്ലോ. ആ പൈപ്പ് ആ അതിലേക്ക് അങ്ങനെ ആ ഷീറ്റിക്ക് അടുപ്പിച്ചിട്ട് അതിന് അങ്ങനെ പോലെ മെഷീൻ വെക്കുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ അങ്ങനെ ചാടും. എന്നിട്ട് പിന്നെ അതേമാതിരി പിന്നെയും കൊഞ്ചാൻ പോവും. പിന്നെ അതിൽ അങ്ങനെ ആ പ്രോസസ്സിങ് അങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ പാടത്ത് നെല്ല് തീരുവോണം. അതാണ് ഇവിടെ പരിപാടി നടക്കുന്നത്. ഏതായാലും കാണാൻ കാഴ്ചകളായതുകൊണ്ട് നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോളി. നല്ലൊരു കമൻറ്റൊക്കെ അടിച്ചാണ്ടേ മറ്റുള്ളവരെയൊക്കെ ഷെയറൊക്കെ ചെയ്ത് എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.